നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെ കൂട്ടസ്ഥലം മാറ്റം സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും ആധിപത്യം സ്ഥാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. സ്ഥലം മാറ്റം ഭരണ സൗകര്യാർത്ഥമെന്ന് സർക്കാർ. ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം നാളെ പുറത്തിറക്കും. കൃഷിമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ശ്രീരാം വെങ്കിട്ടരാമനെതിരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. AKG സെന്ററിലെത്തി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവിൽ തർക്കിച്ച് CPIM-ഉം CPI-യും. CPI നൽകുന്ന പ്രാധാന്യം CPIM-ഉം നൽകണമെന്ന് ബിനോയ് വിശ്വം. ನಾನು DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಿನಾದ ನಾನು ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ കർണാടകയിൽ ഇനി DKS നയിക്കും. ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. G. പരമേശ്വര ഉപമുഖ്യമന്ത്രി. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. ഋതപ്രതാപ് ബാനർജി പ്രതിപക്ഷ നേതാവാകും. രക്ഷാപ്രവർത്തനത്തിലെ പ്രതികളെ ശനിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. മർദ്ദന ദൃശ്യങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച പ്രതിഭാഗം. വ്യക്തത വരുത്താമെന്ന് പ്രോസിക്യൂഷൻ. നരഹത്യാ കുറ്റം ചുമത്തിയതിന്റെ ഉദ്ദേശം എന്തെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. ഡൽഹിയിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. 21 പേർ, നിരവധി പേർക്ക് പരിക്ക്. മരിച്ചവരിൽ വിദേശികളും. കുവൈറ്റിനെയും ബഹ്റിനെയും ആക്രമിച്ചിറാൻ. വിമാനത്താവളങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. ലെബനൻ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമെന്ന് സൂചന. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നടപടി തുടരുമെന്ന് നെതന്യാഹു. പൊട്ടിത്തെറിച്ച് ട്രംപ്. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവിന്റെ അറസ്റ്റ് 1 മാസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. നടപടി മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ. കൊച്ചിയിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബറിന് സെക്സ് റാക്കറ്റുമായി ബന്ധമെന്ന് പോലീസ്. അക്ബറിനെതിരെ പോക്സോ കേസ്. അക്ബറിന്റെ ഹോട്ടൽ നടത്തിപ്പിൽ ദുരൂഹതയെന്നും പോലീസ്. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ തീവ്ര മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം. മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കൊട്ടാരക്കരയിൽ 10 പേർക്ക് കടിയേറ്റു. പാലക്കാട് 1.5 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. മൂന്നാറിൽ കാട്ടാനയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ബൈക്ക് യാത്രികൻ. ഭരണമാറ്റത്തിന് ശേഷമുള്ള കൂട്ടസ്ഥലം മാറ്റം നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. സ്ഥലം മാറ്റത്തിൽ സ്ഥാപിത താൽപ്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരത്തിന്റെ ഇടനാഴികളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സ്ഥലം മാറ്റങ്ങൾ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് എന്നും
കഴിഞ്ഞ സർക്കാരിന്റെ നയം പിന്തുടരില്ല എന്നും മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. സണ്ണി ജോസഫിന്റെ അളിയനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിന് എതിരെ വിമർശനം ഉയർന്നുവെങ്കിൽ മന്ത്രി മറുപടി പറഞ്ഞില്ല. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് സ്ഥലം മാറ്റങ്ങൾ തുടങ്ങിയെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. പോലീസിലും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലും അടക്കം അനധികൃതമായ സ്ഥലം മാറ്റങ്ങൾ നടന്നു. പല സ്ഥലം മാറ്റങ്ങളും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടപെട്ട് സ്റ്റേ ചെയ്തു. നീതിരഹിതമായ ചട്ടവിരുദ്ധമായ സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നത് ഇതായിരുന്നു വി ജോയ് അവതരിപ്പിച്ച റൂൾ 50 നോട്ടീസിലെ പ്രധാന ആരോപണം. പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫാണ് സർക്കാരിന് വേണ്ടി നോട്ടീസിന് മറുപടി പറഞ്ഞത്. ഒരു കാരണവശാലും അത്തരം സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയുള്ള സ്ഥലം മാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 10 വർഷം സെക്രട്ടേറിയറ്റ് പോലും കാണാത്ത ഉദ്യോഗസ്ഥരുണ്ട്. ഒരു ഡസനിലേറെ തവണ സ്ഥലം മാറ്റപ്പെട്ട സർവീസ് സംഘടനാ നേതാക്കളുണ്ട്. ആ മാതൃകയല്ല ഈ സർക്കാർ പിന്തുടരുന്നെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഒരു മാനദണ്ഡവുമില്ലാതെയാണ് സ്ഥലമാറ്റ നടപടികളെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. അധികാര പവർ ബ്രോക്കർമാരും അധികാര ദല്ലാളന്മാരും ഇങ്ങനെ പോയാൽ അധികാരത്തിന് ഇടനാഴികളിൽ ആധിപത്യം സ്ഥാപിക്കും, ഭരണമാറ്റത്തിന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് അത് ന്യായീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് സംസ്ഥാനം സാക്ഷിയാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും പ്രതിപക്ഷ നേതാവ് സഭയിൽ നൽകി. ചില സ്ഥാപിത താല്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാല്പര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. ഇതിനിടെ സണ്ണി ജോസഫിന്റെ അളിയന്റെ അടുത്ത ബന്ധുവിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം നൽകിയതിനെതിരെ വിമർശനമുണ്ടായി. വി ജോയിയാണ് സഭയിൽ വിമർശനം ഉന്നയിച്ചത്. നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്, നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ് നിങ്ങൾ. എന്നാൽ ഈ വിഷയത്തിൽ സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഈ വിഷയം കേട്ടതായി പോലും നടിച്ചിട്ടുമില്ല. ബന്ധു നിയമന വിവാദം എന്ന തലത്തിലേക്കാണ് CPM സണ്ണി ജോസഫിന്റെ അടുത്ത ബന്ധുവിന്റെ നിയമനത്തെ ഉയർത്തിക്കാട്ടുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ അസാധാരണമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒരേ പദവിക്ക് വേണ്ടി CPIM-ഉം CPI-യും ശാഠ്യം പിടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രശ്നപരിഹാരത്തിന് CPIM CPI സെക്രട്ടറിമാർ നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു. മുന്നണിയുടെ ഐക്യത്തിന് CPI നൽകുന്ന പ്രാധാന്യം CPIM-ഉം നൽകണമെന്ന് ഓർമ്മിപ്പിച്ചാണ് ബിനോയ് വിശ്വം AKG സെന്റർ വിട്ടത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം അസാധാരണ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി സൃഷ്ടിക്കുന്നത്. ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം CPI പരസ്യമായി ഉന്നയിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്, പ്രശ്നങ്ങളുടെ തുടക്കമായത്. അതിനുശേഷം ആ ആവശ്യം ഉന്നയിച്ച CPI സംസ്ഥാന സെക്രട്ടറി CPM നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ ഒരു കാരണവശാലും ഉപനേതാവ് പദവി വിട്ടു നൽകാൻ കഴിയില്ല നിലപാട് CPM ആവർത്തിച്ചു. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടറി കീഴ്വഴക്കങ്ങൾ മാറ്റാൻ കഴിയില്ല, 2011 മുതൽ CPM-ആണ് ആ പദവി കൈവശം വയ്ക്കുന്നത്, ഇത്തവണയും അത് വേണമെന്ന നിലപാട് ആവർത്തിച്ചു. അതോടുകൂടിയാണ് CPI-യിൽ പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മേൽ സമ്മർദ്ദമേറിയത്. അദ്ദേഹം മുന്നണിയിൽ ധാരണയാകും മുമ്പ് തന്നെ പരസ്യമായി ആ ആവശ്യം മാധ്യമങ്ങളുടെ മുന്നോട്ട് വച്ചത് ശരിയായില്ലെന്ന അഭിപ്രായം CPI-യിലും ഉയർന്നു. അതോടുകൂടി പ്രശ്നപരിഹാരത്തിന് ബിനോയ് വിശ്വം നേരിട്ട് ഇറങ്ങുകയായിരുന്നു. അദ്ദേഹം ഇന്ന് AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല, എന്തുകൊണ്ട് അത് കഴിയില്ല നിലപാട് ബിനോയ് വിശ്വം ആവർത്തിച്ചു. എന്തുകൊണ്ട് വിട്ടു നൽകാനാകില്ല, ഉപനേതാവ് സ്ഥാനം വിട്ടു നൽകാനാകില്ല എന്ന് MV ഗോവിന്ദൻ വിശദീകരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിന് വേണ്ടി CPM കണ്ടുവച്ച പദവിയാണത്. മാത്രമല്ല പിണറായി വിജയൻ ഒരു ഫുൾ ടൈമിൽ പ്രതിപക്ഷ നേതാവായി തുടരില്ല. അങ്ങനെയെങ്കിൽ ബാലഗോപാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം, അദ്ദേഹത്തിനെ
അവിടേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പദവി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ പദവി വിട്ടു നൽകാനാകില്ലെന്ന ഉറച്ച നിലപാട് ബിനോയ് വിശ്വത്തെ MV ഗോവിന്ദൻ അറിയിച്ചു. അതോടുകൂടിയാണ് ചർച്ച വഴിമുട്ടിയത്. പുറത്തിറങ്ങിയ ചർച്ചയ്ക്ക് ശേഷം AKSN പുറത്തിറങ്ങിയ ബിനോയ് വിശ്വം ചർച്ച പരാജയമെന്ന് തുറന്നു പറഞ്ഞു. മാത്രമല്ല, രണ്ട് പാർട്ടികളും ഒരുമിച്ച് പോകണം, ആ ഐക്യമുണ്ടാകണം മുന്നണിയിൽ. അതിന് CPI എടുക്കുന്ന എഫർട്ട്, CPI എടുക്കുന്ന പരിശ്രമം CPMന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് സ്വരത്തിലുള്ള ഒരു മറുപടി നൽകിയാണ് AK സെന്ററിൽ നിന്ന് ബിനോയ് വിശ്വം MN സ്മാരകത്തിലേക്ക് പോയത്. ഞങ്ങൾ സംസാരിച്ചു. സംസാരം എല്ലായ്പ്പോഴത്തെയും പോലെ സൗഹാർദ്ദപരമായിരുന്നു. CPI നിലപാടിലും CPM നിലപാടിൽ നിൽക്കുന്നു. മാറ്റമൊന്നുമില്ല. രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. അല്ലേ, പരിഹാരം ഉണ്ടാകുമല്ലോ എല്ലാത്തിനും. നമുക്ക് നോക്കാം. നാളെ CPIയുടെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഈ വിഷയം ചർച്ച ചെയ്യും. ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ CPMൽ നിന്നുള്ള അവഗണന സഹിച്ച് മുന്നോട്ട് പോകുമെന്ന ചോദ്യം നേരത്തെ CPI നേതൃത്വത്തോട് അണികൾ, പാർട്ടി നേതാക്കളൊക്കെ ചോദിക്കുന്നതാണ്. നാളെ ഈ വിഷയം ചർച്ചയാകും. ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് മുന്നണിയിൽ ധാരണയാകും മുമ്പ് തന്നെ പരസ്യമായ ആവശ്യം മുന്നോട്ട് വച്ചതിനാണ്. പക്ഷേ ഇപ്പോഴത്തെ മുന്നണി ദുർബലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന അഭിപ്രായമുള്ളവർ കൂടിയുണ്ട്. ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് നിയമസഭയിലടക്കം പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്നത് കൂടിയാണ്. ഒരു കാരണവശാലും വിട്ടുവീഴ്ച പാടില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ അത്ര കടുത്ത നിലപാടെടുത്താൽ മുന്നണി കൂടുതൽ ദുർബലമാകില്ലെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധി മുന്നണിക്ക് മുന്നിലുണ്ട്. ഇതുവരെ ഇടതുമുന്നണിയുടെ നിയമസഭാ യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. 19-ാം തീയതി ബജറ്റാണ്. അതിനു മുമ്പെങ്കിലും പ്രശ്നം പരിഹരിക്കാനാകുമോ എന്ന ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നപരിഹാരം അകലെയാണ്. രണ്ട് കൂട്ടർക്കും ഒരു ഒത്തുതീർപ്പിനുള്ള മനസ്സില്ല. രണ്ട് കൂട്ടർക്കും ഒത്തുതീർപ്പിനുള്ള പോംവഴികളും മുന്നിലില്ല. കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീരാം വെങ്കിട്ടരാമനെതിരെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. കൃഷിമന്ത്രി T സിദ്ദിഖിന് ഒപ്പം വാർത്താ സമ്മേളനം നടത്താൻ എത്തിയപ്പോൾ ആയിരുന്നു പ്രതിഷേധം. KM ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ലെന്ന് മാധ്യമപ്രവർത്തകർ നിലപാടെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് ശ്രീരാം പുറത്തിറങ്ങി നിയമസഭയിലെ മീഡിയ റൂമിൽ ആയിരുന്നു വാർത്താ സമ്മേളനം നടന്നത്. ഒരു മിനിറ്റ് പൂർത്തീകരിക്കട്ടെ. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. മാധ്യമപ്രവർത്തകരുടെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KM ബഷീർ ശ്രീരാം വെങ്കിട്ടരാമൻ പുറത്തേക്കിറങ്ങി. നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീറിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ശ്രീരാം വെങ്കിട്ടരാമൻ. സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. എറണാകുളം മലയിടം തുരുത്തിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ നിർദ്ദേശം. ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ഈ മാസം 9-ാം തീയതിക്ക് ഉള്ളിൽ നടപ്പിലാക്കണം എന്നാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നതിന് ഇടെയാണ് കുടിയൊഴിപ്പിക്കൽ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം കോടതി ആവർത്തിച്ചിട്ടുള്ളത്. കുടിയൊഴിപ്പിക്കലിനായി മറ്റന്നാൾ വീണ്ടും മലയിടം തുരുത്തിൽ എത്താൻ അഭിഭാഷക കമ്മീഷന്റെ നീക്കമുണ്ട്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. നിലവിൽ അവിടെ CPIM പ്രതിഷേധം ഏറ്റെടുത്ത പശ്ചാത്തലവുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ കോടതി ആവർത്തിക്കുകയാണ് ഈ കുടിയൊഴിപ്പിക്കണമെന്ന്. അഭിലാഷ, ഇതിലിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് അത് നടപ്പാക്കാനാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് 9-ാം തീയതി തീരുമാനമെടുക്കണം എന്നത് സംബന്ധിയായ കാര്യങ്ങളിലായിരുന്നു. അത് 9-ാം തീയതി എന്നത് വന്നത് സർക്കാർ ചില കാര്യങ്ങൾ അവിടെ നടപ്പാക്കാൻ, ചില ചർച്ചകളടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ നടപടികൾ നിർത്തിവെക്കണം, ഒഴിപ്പിക്കൽ നടപടികളടക്കം പോലീസ് ആക്ഷൻ അടക്കം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 9-ാം തീയതി വരെ അത് നിർത്തിവെക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഈ 9-ാം തീയതി തന്നെ, അതിൽ സാങ്കേതികമായി പറഞ്ഞാൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന ആ 9-ാം തീയതി, അതിനകം പ്രശ്നപരിഹാരം ഉണ്ടാകണം, അതിനകം ഹൈക്കോടതി നിർദ്ദേശം നടപ്പാക്കണം എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഏത് തലത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അതിന് അവിടെയുള്ള ജനങ്ങൾ, താമസക്കാരുമായി ചർച്ച നടത്തി തീരുമാനമുണ്ടാകേണ്ട കാര്യവുമെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ 9
9-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ തീരുമാനമുണ്ടായി കോടതിയെ അറിയിക്കണമെന്നത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ ഈ അഭിഭാഷക കമ്മീഷൻ അവിടേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെ ചെന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു സാധ്യത ഈ ദിവസങ്ങളിൽ തന്നെയുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 9-ാം തീയതിയിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുൻപ് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് സർക്കാർ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് സ്ഥലം MLA VP സജീന്ദ്രൻ്റെ സബ്മിഷന് മറുപടിയായാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. അവിടെയുള്ളവരെ പുനരധിവസിക്കുക, അവർക്ക് താമസം സൗകര്യങ്ങൾ ഒരുക്കും, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതെല്ലാം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ ഇതിപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരവും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. CPM ആണ് ഇപ്പോൾ അവിടുത്തെ സമരത്തിന് നേതൃത്വം നൽകുന്നത്. നാട്ടുകാർ വ്യക്തമാക്കുന്നത് തങ്ങൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുമോ എന്ന ഒരാശങ്ക ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഒരാഴ്ചയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ള സമയം. നേരത്തെ 15 തവണ ഇത് ഒഴിപ്പിക്കൽ മുന്നോട്ട് പോയതാണ്. പക്ഷേ അവിടെയെല്ലാം ഈ ഉദ്യോഗസ്ഥ സംഘത്തിനും പോലീസിനും പിന്മാറുകയാണ് വേണ്ടിവന്നത്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. G. പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജും UT ഖാദറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്കും DK മന്ത്രിസഭയിൽ നിർണായകമായ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി ರೇವಂತ್ ರೆಡ್ಡಿ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಭಯ ಅಥವಾ ಪಕ್ಷಾತೀತವಲ್ಲದೆ ರಾಗ ದ್ವೇಷವಿಲ್ಲದೆ ಎಲ್ಲ ಬಗೆಯ ಜನರಿಗೆ ಸಂವಿಧಾನಕ್ಕೆ ಮತ್ತು ಕಾನೂನಿಗೆ ಅನುಸಾರವಾಗಿ ನ್ಯಾಯಯುತವಾಗಿ ಮಾಡುತ್ತೇನೆಂದು ನನ್ನ ಅಜ್ಜ ಗಂಗಾಧರಜ್ಜನ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ. ಮಾನ್ಯ ಮುಖ್ಯಮಂತ್ರಿಗಳು ಈಗ ಪ್ರಮಾಣ ವಚನಕ್ಕೆ ಸಹಿ ಮಾಡಲಿದ್ದಾರೆ. ನಾನು DK ಶಿವಕುಮಾರ್ ಎಂಬ ಹೆಸರಿನ ನಾನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಪರ್ಯಾಲೋಚನೆಗೆ ತರಲಾಗುವ ಅಥವಾ ನನಗೆ ತಿಳಿಯದೆ ಬರುವ അതേസമയം പശ്ചിമ ബംഗാളിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ MLA ഋതപ്രതാപ് ബാനർജി 58 അംഗങ്ങളുടെ പിന്തുണക്കത്തുമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ട് സ്പീക്കറെ കണ്ടിട്ടുണ്ട്. ഇതോടെ SFI മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന ഋതപ്രതാപ് ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവ് ആവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, വലിയ പ്രതിസന്ധി ഇപ്പോൾ മമത നേരിടുന്നു. അതോടൊപ്പം തന്നെ ED പരിശോധന ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അഭിലാഷ്, മമതാ ബാനർജി അത്യസാധാരണമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാരണം മമതാ ബാനർജിക്ക് പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. മമതയുടെ 80 MLA-മാർ, തൃണമൂലിൻ്റെ 80 MLA-മാരിൽ 60 പേരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഋതപ്രതാപ് ബാനർജിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഋതപ്രതാപ് ബാനർജി ബംഗാളിലെ പ്രതിപക്ഷ നേതാവാകുന്നു എന്നതാണ് മമതയുടെ സ്ഥാനാർത്ഥിയെ തള്ളിക്കൊണ്ട് മമത പുറത്താക്കിയ MLA-മാരുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA-മാരുടെ തന്നെ പിന്തുണയോടുകൂടി പ്രതിപക്ഷ നേതാവാകുന്നു. പക്ഷേ അവർ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഋതപ്രതാപ് പറഞ്ഞത് മമത ഈ പാർട്ടിയുടെ മെൻഡറായി തന്നെ തുടരും, ഉപദേശക റോളിൽ മമത തുടരും എന്ന് തന്നെയാണ്. മമതയെ തള്ളി പറയാൻ അവർ തയ്യാറാവുന്നില്ല. പക്ഷേ സ്വാഭാവികമായും അത് ഒരു പിളർപ്പിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ഇനി കടുത്ത നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനു മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളും, താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ കമ്മിറ്റികളും, പോഷക സംഘടനകളുടെ എല്ലാ കമ്മിറ്റികളും മമതാ ബാനർജിയെ പിരിച്ചുവിട്ടു. അത് പാർട്ടി ആർക്കാണ് പാർട്ടിയുടെ അധികാരമെന്നത് തർക്കം വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ എത്ര കമ്മിറ്റികൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള തർക്കമൊക്കെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പിരിച്ചുവിടൽ നടപ്പാക്കിയത്. സമാനമായി മറ്റൊരു സംഭവം നടന്നത് ശിവസേന മഹാരാഷ്ട്രയിലാണ്. അവിടെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ബാൽ താക്കറെ ഉണ്ടാക്കിയ പാർട്ടി ശിവസേനയിൽ നിന്ന് ഉദ്ധവ് താക്കറെ പക്ഷത്തെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് മഹാഭൂരിപക്ഷം പേർ ഷിൻഡെയുടെ നേതൃത്വത്തിൽ മറുപക്ഷത്തേക്ക് പോവുകയും യഥാർത്ഥ ശിവസേനയായി അവർ മാറുകയും ശിവസേനയുടെ കൊടിയും ചിഹ്നവും പാർട്ടി ഓഫീസടക്കം അവർക്ക് ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് വന്നു. അവസാനം പുതിയ പാർട്ടി രൂപീകരിച്ച പാർട്ടിയിൽ ഉദ്ധവ് താക്കറെക്ക് അവിടെ പുതിയ ഒരു ശിവസേന ബാൽ താക്കറെ വിഭാഗം എന്ന് പറയുന്നത് UBT എന്ന് പറയുന്ന ഒരു വിഭാഗം
രൂപീകരിച്ച് പുതിയ പാർട്ടിയാകേണ്ടി വന്നു. സമാനമായ ഒരു പ്രതിസന്ധിയിലേക്കാണോ മമതാ ബാനർജിയും പോകുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. ഇനി ഈ പുതിയ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുമായി മമത ഒരു പരസ്യമായ ഉടക്കിലേക്കാണ് പോകുന്നതെങ്കിൽ പാർട്ടി പിളർപ്പിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന മമതാ ബാനർജി നേതൃത്വം നൽകി അല്ലെങ്കിൽ മമതാ ബാനർജി സ്വന്തമായി രൂപീകരിച്ച് സ്വന്തം ലീഡർഷിപ്പിൽ ഇത്ര കാലം വളർത്തിയ പാർട്ടി തന്നെ മമതാ ബാനർജിക്ക് നഷ്ടമാവും. ആ പാർട്ടിയുടെ കൊടിയും ആ പാർട്ടിയുടെ ചിഹ്നവും പാർട്ടിയുടെ പേരുമടക്കം മമതാ ബാനർജിക്ക് നഷ്ടമാവുകയും മറ്റൊരു പാർട്ടി മമതാ ബാനർജിക്ക് രൂപപ്പെടുത്തേണ്ടി വരികയും ഒക്കെ ചെയ്യും. ഇതിനിടെ മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ഉണ്ടായി. അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ ED റെയ്ഡ് നടക്കുക കൂടിയാണ്. ഒരേ സമയം പൂർണ്ണമായും മമതയുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിൽ BJP നിൽക്കുന്നു. അവിടെ പാർട്ടി തകർക്കുന്നു. ഒപ്പം മമതയെ ഇനി ഈ പാർട്ടി തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട അഭിഷേക് ബാനർജി കഴിഞ്ഞ ദിവസം ആളുകളുടെ ഭാഗത്ത് നിന്ന് ജനക്കൂട്ടം അദ്ദേഹത്തെ കല്ലെറിയുകയും ചീമുട്ടെറിയുകയും ഒക്കെ ചെയ്തു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് നടക്കുകയാണ്. കിരൺ സൂചിപ്പിക്കുന്ന പോലെ അസാധാരണമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ മമതാ ബാനർജി നേരിടുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കോഴിക്കോട് റൂറൽ DYSP മനോഹരൻ ടിയുടെ നേതൃത്വത്തിൽ 7-അംഗ അന്വേഷണ സംഘം ആണ് രൂപീകരിക്കുക. കണ്ണൂർ DIG അന്വേഷണം ഏകോപിപ്പിക്കും. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. ഇപ്പോഴിതാ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. UDFന്റെ സർക്കാർ വന്ന ശേഷം കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയാണ് ഒരു ആവശ്യം സർക്കാർ മുൻപാകെ വെച്ചത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണം. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഈ ആവശ്യമാണ് പാറക്കൽ അബ്ദുള്ള ആഭ്യന്തര വകുപ്പിന് മുമ്പാകെ വെച്ചത്. 2024 വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടായത്. അതാണ് പിന്നീട് വലിയ ചർച്ചയായി മാറിയത്. ഈ LDF സ്ഥാനാർത്ഥിക്കെതിരെ UDF കേന്ദ്രങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് എന്നായിരുന്നു ആദ്യം ഉള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അന്വേഷണം മുന്നോട്ട് പോയത്. എന്നാൽ പിന്നീട് CPI കേന്ദ്രങ്ങൾ തന്നെയാണ് ഇത് വന്നതെന്ന വിമർശനങ്ങളും വിലയിരുത്തലുകളും അന്വേഷണത്തിന്റെ ഗതിയുമൊക്കെ ആ രീതിയിലായിരുന്നു. തുടർന്ന് പിന്നീട് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് കേസ് അന്വേഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണം ഉണ്ടാകുന്നത്. UDFന്റെ രാഷ്ട്രീയ തീരുമാനമായി കൂടിയാണ് ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് SIT രൂപീകരിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് അല്പസമയം മുമ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. സൗത്ത് ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 21 പേർ വെന്തു മരിച്ചു. 11 പേർക്ക് പൊള്ളലേറ്റു. 40 പേരെ രക്ഷപ്പെടുത്തി. രാവിലെ 8:45 തീപിടുത്തം ഉണ്ടായത്. 9 മണിയോടെ അഗ്നിശമന സേനയെ വിവരം അറിയിച്ചുവെങ്കിലും ഹോട്ടലിലേക്ക് എത്താനുള്ള വഴികൾ ഇടുങ്ങിയത് ആയതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാവുകയായിരുന്നു. തീ പടർന്നതിനെ തുടർന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി 2 സ്ത്രീകൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി. മരിച്ചവരിൽ ചിലർ വിദേശികളാണ്. 6 മുറികൾ മാത്രം പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ള ഇടത്ത് 25 മുറികൾ ആണ് പ്രവർത്തിച്ചിരുന്നത്. ഹോട്ടലിന് അകത്തേക്കും പുറത്തേക്കും ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനും സാധ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകുന്നതിനും കുവൈറ്റ് അധികൃതരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ബഹ്റൈനും കുവൈറ്റിനും നേരെ ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ-ബുദൈവി അപലപിച്ചു. ഇതിനിടെ ഇറാനിൽ കരയുദ്ധത്തിനുള്ള സാധ്യതകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി സമാധാന കരാറിനായി US ശ്രമിക്കുന്നതിന് ഇടയിൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് അതൃപ്തി അറിയിച്ചു. ലെബനന് എതിരെ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ സമാധാന ചർച്ചകൾ ഉപേക്ഷിച്ച് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്ന് ഇറാന്റെ മുഖ്യമധ്യസ്ഥൻ ആയ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഇടവേള.
വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക, കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുക എന്നിവയാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പണത്തിന്റെ ഉറവിടം മറച്ചുവെച്ച് അനധികൃതമായി സമ്പാദിക്കുന്ന പണം നിയമപരമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പിണറായി വിജയന്റെ ഗൺമാൻമാരെ ശനിയാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി. കേസിൽ നരഹത്യാശ്രമത്തിനുള്ള കുറ്റം ചുമത്തിയ നടപടി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ചോദ്യം ചെയ്തു. പരിശോധനകൾ ഇല്ലാതെയാണ് നരഹത്യാ കുറ്റം ചുമത്തിയത് എന്നും SITയുടെ ഉദ്ദേശം എന്ത് എന്നും കോടതി ആരാഞ്ഞു. ഫസ്റ്റ് മെഡിക്കൽ റിപ്പോർട്ടിൽ ഗുരുതര പരിക്കുകൾ ഉണ്ടെന്ന പരാമർശം ഇല്ല. പരിക്ക് റിപ്പോർട്ട് ആക്കിയ ഡോക്ടർക്ക് പറ്റിയ പിഴവാണോ എന്ന് കോടതി ആരാഞ്ഞു. എന്നാൽ കോടതി ഒന്നും കാണുന്നില്ല എന്നും മനസാക്ഷി മരവിക്കുന്ന അക്രമം അല്ലേ നടന്നത് എന്നും വൈകാരികമായി വാദിഭാഗം ചൂണ്ടിക്കാട്ടി. വീഡിയോയുടെ ആധികാരികത എങ്ങനെ ഉറപ്പിക്കാനാകുമെന്ന് കോടതി ചോദിച്ചപ്പോൾ ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് ഹാജരാക്കാം എന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതം. ആക്രമണത്തിന് ഇരയായവരുടെ മൊഴി SIT രേഖപ്പെടുത്തി. ആക്രമണം ആസൂത്രിതമെന്നും ഗൂഢാലോചനയുണ്ട് എന്നുമാണ് ED ഉദ്യോഗസ്ഥരുടെ മൊഴി. കേസിലെ പ്രതികളുടെ ഫോൺ രേഖയും SIT പരിശോധിച്ചേക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഓഫീസർമാരെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർമാരെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ED ഉദ്യോഗസ്ഥരുടെ ആ സമയത്ത് ആക്രമണത്തിനിരയായ ED ഉദ്യോഗസ്ഥരുടെ മൊഴി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിലെത്തിയാണ് അന്വേഷണ സംഘം ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അക്രമം ആസൂത്രിതമായിരുന്നുവെന്ന് തന്നെയാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് തങ്ങൾക്ക് നേരെ ഉണ്ടായത്. അതിൽ കൃത്യമായ ഒരു ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ED ഉദ്യോഗസ്ഥരുടെ മൊഴിയുള്ളത്. അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ED ഉദ്യോഗസ്ഥർ തന്നെയും ഇതിൽ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ EDയുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം എന്ന് പറയുന്നത് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കക്ഷി ചേരുക എന്ന രീതിയിലേക്കടക്കം ED മുന്നോട്ട് പോകുന്നുണ്ട്. അവർ പറയുന്നത് ഇത് കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. അതിൽ അവിടെ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ മാത്രമല്ല, സമരത്തിനെത്തിയവർ മാത്രമല്ല, പ്രതിഷേധത്തിനെത്തിയവർ മാത്രമല്ല, അതിൽ നേതാക്കന്മാരുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അവർ കേസിൽ കക്ഷി ചേരാനടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൽ കേസിൽ കക്ഷി ചേരുന്നതോടെ അത് കുറച്ചുകൂടി ഗുരുതരമായ സ്വഭാവത്തിലേക്കടക്കം ഈ കേസ് മാറുകയും ചെയ്യും. ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഫോണുകളടക്കം പ്രതികളുടേതടക്കമുള്ള ഫോണുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവർ ഏതെങ്കിലും രീതിയിൽ നേതാക്കന്മാരുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട്, ഇത്തരമൊരു അക്രമ സംഭവങ്ങൾ ആ ഒരു സമയത്ത് ഗൂഢലക്ഷ്യത്തോടുകൂടി നടത്തിയിട്ടുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നേതാക്കന്മാരെ അടക്കം ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടതായ കാര്യങ്ങളിലേക്ക് വരും. അവിടെ മുൻ മന്ത്രിമാരും MLAമാരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ അന്വേഷണം വലിയ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കടക്കം നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ED ഉദ്യോഗസ്ഥരുടെ ആക്രമണത്തിന് ഇരയായ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ കക്ഷി ചേരുന്നതടക്കമുള്ള നീക്കങ്ങളുമായി EDയും മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് പലയിടത്തും
തെരുവ് നായകളുടെ ആക്രമണം. കൊട്ടാരക്കരയിൽ തെരുവ് നായ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവർക്കും 2 അഭിഭാഷകർക്കും തെരുവ് നായയുടെ കടിയേറ്റു. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് 2 പെൺകുട്ടികൾക്കും കടിയേറ്റു. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ഭാഗങ്ങളിൽ ആയിരുന്നു തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. കടിയേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പാലക്കാട് 1.5 വയസ്സുകാരന് തെരുവ് നായയുടെ കടിയേറ്റു. ഉണ്ടിയിൽപ്പടി രോഹിണിയിൽ ഷനൂജ് ദമ്പതികളുടെ മകനായ ഇഷാനാണ് കടിയേറ്റത്. ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ആണ് നായ ആക്രമിച്ചത്. കുട്ടിയുടെ ഇടുപ്പിന് താഴെയാണ് പരിക്ക്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. JEE അഡ്വാൻസ് 2026 പരീക്ഷയിൽ 40ഓളം വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ മികച്ച IIT-കളിൽ അഡ്മിഷൻ ഉറപ്പാക്കി എന്ന് സൈലം അധികൃതർ. 4 വർഷം കൊണ്ടാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ സൈലം ലേണിംഗ് കേരള റാങ്ക് 3 എന്ന ഇത്രയും മികച്ച റിസൾട്ടിലേക്ക് എത്തിയത്. ഓൾ ഇന്ത്യ റാങ്ക് 628 നേടിയ ദേവ് നായരാണ് കേരളത്തിൽ 3ാം റാങ്ക് നേടിയത്. ദേവ് നായറിന് 25 ലക്ഷം രൂപ സമ്മാനമായി നൽകി. കൂടാതെ മറ്റ് റാങ്ക് ജേതാക്കൾക്ക് ക്യാഷ് പ്രൈസുകളും ഐഫോണുകളും സമ്മാനമായി വിതരണം ചെയ്തു. കേരളത്തിൽ നിന്നും വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് IIT-കളിൽ അഡ്മിഷൻ നേടാറുള്ളത്. അതിൽ 40ഓളം വിദ്യാർത്ഥികൾ സൈലത്തിൽ നിന്നും ഉള്ളതാണ് എന്നത് ഏറെ അഭിമാനാർഹമാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിലെ പ്രമുഖ സോളാർ ബ്രാൻഡ് എനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ ഫ്രാഞ്ചൈസി തിരുവനന്തപുരം ചിറയിൻകീഴ് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സോളാർ നെറ്റ്വർക്ക് ആയ റെനർജിയുടെ 36ാമത് ഫ്രാഞ്ചൈസിയാണ് ചിറയിൻകീഴ് MLA രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തത്. കിഴിവിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീർ കിഴിവിലം, കമ്പനി മാനേജിംഗ് ഡയറക്ടർ റോയ് ക്രിസ്റ്റി അടക്കമുള്ളവർ പങ്കെടുത്തു. 26 വർഷത്തെ സേവന പാരമ്പര്യവും കേരളത്തിൽ ഉടനീളം 8000-ന് പുറത്ത് സോളാർ ഉപഭോക്താക്കളും ഉള്ള റെനർജി തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സോളാർ ഇൻസ്റ്റലേഷൻ കമ്പനിയാണ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം ഗ്രാമിന് 14,320 രൂപ, പവൻ 1,14,560. 18 ക്യാരറ്റ് ഗ്രാമിന് 11,830, പവൻ 94,640. വെള്ളി ഗ്രാം 280, കിലോ 2,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.